സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇത് സൂപ്പർ മെമ്മറി പ്രോഗ്രാം. ഞങ്ങളുടെ ഗുരു സുരേഷ് ആചാര്യയാണ്. ഇവിടെ വന്നത് പിന്നെ എനിക്ക് കുറേ ബെനിഫിറ്റ്സ് കിട്ടി. ഞാൻ 1 മണിക്കൂറിൽ 30 പേജ് വായിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പോൾ 350ഓളം പേജ് വായിക്കാൻ കഴിഞ്ഞു. പിന്നെ ഗുരു ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് മുദ്രാസിനെ പറ്റി പറഞ്ഞു തന്നു. ഇവിടെ വന്നതിൽ പിന്നെ എനിക്ക് എൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് കഴിഞ്ഞു. പിന്നെ മെമ്മറി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് പറഞ്ഞു തന്നു. ആൻഡ് ബിഗ് താങ്ക്സ് ഫോർ സൂപ്പർ മെമ്മറി പ്രോഗ്രാം. ജയ് ഗുരുദേവ്. Jai Gurudev. My name is Adilya Harish. I am coming from Puliyannur. I am studying in 9th standard. എൻ്റെ പേര് അദില്യ ഹരീഷ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഗായത്രി സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ മെമ്മറി പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. ഈ മെമ്മറി പ്രോഗ്രാം വളരെ ഉപകാരപ്രദമാണ്. കാരണം എനിക്ക് കുറേ പഠിക്കാൻ പറ്റി. പഠിക്കാൻ എളുപ്പം ആക്കി തന്നത് എൻ്റെ ഗുരുവായ സുരേഷ് ആചാര്യ സാറാണ്. കുറേ ടെക്നിക്കുകൾ അദ്ദേഹം പറഞ്ഞു തന്നു. മാത്രമല്ല ഫുഡിനെ കുറിച്ചും അദ്ദേഹം ക്ലാസ് എടുത്തു തന്നു. നെഗറ്റീവ് ഫുഡ് എന്താണെന്നും പോസിറ്റീവ് ഫുഡ് എന്താണെന്നും അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നെ ലാസ്റ്റ് ഡേ ഞങ്ങളെ കുറേ കളിപ്പിക്കുകയും കുറേ ഗെയിം പറഞ്ഞു തരികയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മെമ്മറി പ്രോഗ്രാം വളരെ ഉപകാരപ്രദമാണ്. ഞാൻ 5 ദിവസം കൊണ്ട് 3 സബ്ജക്റ്റ് പഠിച്ചു തീർത്തു. ഇനി 4ാമത്തെ സബ്ജക്റ്റാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മെമ്മറി പ്രോഗ്രാം എൻ്റെ റീഡിങ് സ്പീഡിനെ കൂട്ടാൻ സഹായിച്ചു. 1 മണിക്കൂർ കൊണ്ട് 30 പേജ് വായിച്ചിരുന്ന ഞാനിപ്പോൾ 300 പേജ് കൂടുതൽ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. താങ്ക് യു. ജയ് ഗുരുദേവ്. My name is Gauthamas. I am studying in 9th grade. എൻ്റെ പേര് ഗൗതമസ്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഗായത്രി സ്കൂൾ പുലിയന്നൂർ എന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത് സൂപ്പർ മെമ്മറി പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ടീച്ചർ സുരേഷ് ആചാര്യ സാറാണ്. ഞങ്ങൾ ഇവിടെ സൂപ്പർ മെമ്മറി പ്രോഗ്രാമിലാണ് ഇപ്പോഴുള്ളത്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മെമ്മറി ക്ലാസ് ആണ്. കാരണം ഇതുകൊണ്ട് വളരെയധികം ഉപകാരങ്ങളുണ്ടായി. നേരത്തെ 1 മണിക്കൂറിൽ 30 പേജ് മാത്രം വായിച്ചിട്ട് ഞാനിപ്പോൾ 350ഓളം പേജുകൾ 1 മണിക്കൂർ കൊണ്ട് വായിക്കാൻ തുടങ്ങി. കൂടാതെ ഈ ക്യാമ്പിൽ അദ്ദേഹം കുറേയധികം പ്രാണായാമാസ്, യോഗാസ് എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു. 10ഓളം പ്രാണായാമങ്ങൾ ഞങ്ങൾ എന്നും ചെയ്യുന്നു. കൂടാതെ കുറേയധികം യോഗകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വന്നതിൽ പിന്നെ വളരെയധികം ഓർമ്മശക്തി കൂടുകയും വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരികയും ചെയ്തു. അതിനാൽ തന്നെ ഇപ്പോൾ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾ 5 ദിവസം കൊണ്ട് 3 വിഷയങ്ങൾ ഇതേവരെ പഠിച്ച് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം നല്ലൊരു ക്ലാസ്സായിട്ടാണ് എനിക്ക് ഈ ക്ലാസ് തോന്നുന്നത്. കൂടാതെ അദ്ദേഹം ഫുഡിനെ പറ്റിയും സെൻസിറ്റിവിറ്റിയെ പറ്റിയും ലീഡർഷിപ്പിനെ പറ്റിയും ഒക്കെ ക്ലാസ്സുകൾ എടുത്തു. അതൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. കൂടാതെ ക്യാമ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഫോൺ ഉപയോഗം നിർത്തിയിരിക്കുകയാണ്. സാറ് പറഞ്ഞ എത്ര നാളത്തേന്. കാരണം ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കോൺഷ്യസ് മെമ്മറിക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ക്യാമ്പ് തുടങ്ങുമ്പോൾ മുതൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. എല്ലാവരും തന്നെ അതനുസരിക്കുന്നുമുണ്ട്. കൂടാതെ ഭക്ഷണങ്ങളെ പറ്റിയും എല്ലാം അദ്ദേഹം കുറേ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എടുത്തു തന്നിരിക്കുന്നു. നല്ല ഭക്ഷണം, ചീത്ത ഭക്ഷണം എല്ലാം എടുത്തു തന്നിട്ടുണ്ട്. കൂടാതെ എന്നും ഞങ്ങൾക്ക് കുറേ നേരം കളിക്കാനും അദ്ദേഹം സമയം തരുന്നുണ്ട്. പുതിയ പുതിയ കളികളും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വളരെ ഉപയോഗപ്രദമാണ് ഈ ക്യാമ്പ്. My name is Abhijit P. Nara and I am from class 9. എൻ്റെ നാട് പുലിയന്നൂരാണ്. ഞാൻ ഇവിടെ സൂപ്പർ മെമ്മറി പ്രോഗ്രാമിൽ വന്നതാണ്. പിന്നെ എൻ്റെ ഗുരു ശ്രീ സുരേഷ് ആചാര്യയാണ്. ഈ സൂപ്പർ മെമ്മറി ക്യാമ്പിൽ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മെമ്മറി വർദ്ധിച്ചു. പിന്നെ എൻ്റെ റീഡിങ് സ്പീഡ് ആദ്യം 1 മണിക്കൂർ 42 പേജായിരുന്നു. ഇപ്പോൾ 344 പേജായി. പിന്നെ ഞാൻ 5 ദിവസം കൊണ്ട് ഞാൻ 3 സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെയാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഉപകാരങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന്. Now I am going to explain geography. Chapter 1, which is resources. Utility or usability is what makes an objective resource. So there are mainly 3 types of resources: human resources, human-made resources, and also natural resources. Natural resources are the resources which are obtained from nature. There are 2 types of natural resources known as renewable resources and non-renewable resources. Renewable resources are resources which can be replenished quickly from nature or which grows back quickly, and the non-renewable resources are resources which take thousands of years to replenish back. And next is human-made resources. Human-made resources are the resources which are made from humans, modifying the natural objects obtained from nature.
Next is human resources. Human resources are formed. Human resources are formed with education and health. With the technology, skill, and education, humans can create more resources. That is why humans are the ultimate resource over the world. Okay, then is resource conservation. Resource conservation refers to our using resources carefully and giving them time to get renewed is known as resource conservation. And sustainable development. Sustainable development refers to the balancing the need to use resources and giving saving them for the future is known as resource conservation. And now I'm going to say second chapter. Geography, second chapter. Land, soil, water, natural vegetation, and wildlife. Land is one of our most important resources. The land covers 30% of our whole earth, and land has many uses because we can create buildings, transportation, education, etc. And now I'm going to talk about soil. Soil is yet another important resource for humans because it only grows 1 centimeter of soil takes 100 years to replenish back. So we must use soil carefully. The factors affecting the formation of soil are parent rock, weather, climate, time, relief. And next is water. Water is yet another important resource for humans. Without water, no human can survive. 70% of the earth is covered in water, but in this 70%, only 2% is consumed for humans because the other is salt water. And in this 2%, 1% of water is obtained by the glaciers of Antarctica and other countries. So only 1% of water is available for humans. And so we must use water carefully. We must not waste our water. We must not pollute water. And we can, while using agriculture, while doing agriculture, we can use sprinkler system and drip system to save our water. And the next chapter 3, which is agriculture. Agriculture, 50% of our India is considered with the work of agriculture. It is a primary activity. There are mainly 5 types of agriculture. Agriculture, which is the production of crops and the rearing of animals. And then sericulture, which is the rearing of silkworms. And then is the pisciculture, which is considered the breeding of fish. And then viticulture, the growing of grapes. And then horticulture, the growing of flowers, plants, etc. And now I'm going to talk about plantations. A plant grown at a large area at the same kind of plants is known as plantation. The main plantations over the world are rice, wheat, barley, tea, jute, cotton, and etc. As agricultural development, growing crops more for the increasing population is known as agricultural development. And the factors affecting agriculture are soil and water and etc. Geography chapter industry. The term industry refers to an economic activity which is concerned with the production of goods, extraction of minerals, and provisions of services. There are mainly 4 types of industries: agro-based industry, marine-based industry, mineral-based industry, and forest-based industry. Agro-based industries are the industries which uses the animals and plants as materials as raw materials. Mineral-based industries are the industries which use minerals as their raw materials, and marine-based industries are the industries which use ocean or sea products as their raw materials. And next is forest-based industries. These use forest materials as their raw materials. And next is the types ownership. The ownership consisted of joint sector industries, private sector industries, and public sector industries. Next is the factors affecting the industries. There are many factors affecting industries such as land, water, labor, power, capital, transport, and market. And next is the main industries all over the world are iron and steel industry, cotton textile industry, etc. Iron and steel industry. Without iron and steel industries, no industry exists because everything we make up is of iron or steel. And this is why the iron and steel industries are one of the most important industries over the world. And next is cotton textile industry. Cotton textile industry is concerned with the production of clothes, etc. And without cotton textile industry, the dresses cannot be made. And the Manchester of Japan is Osaka, and the Manchester of India is Ahmedabad. And the iron and steel industry was formed in India first by the company Tisco. And the next chapter is human resources. Humans are the ultimate resources because with humans, with the technology, skill, and education, humans can create other resources. That's why humans are the ultimate resources. The main factors affecting the distribution of population are topography. With nice topography, more population will be there, and climate.
no less people will be live in harsh climates of cold Antarctica and the hot Sahara deserts. So favorable climate, there will be more population. And next is soil. With the alluvial soil, it is good for growing agriculture, and which benefits in the more population. And next is fresh water. Where fresh water is available, people live more in population, because these help in the fresh water to the daily needs. So example of this fresh water sources are Ganga, Brahmaputra river in India, and Nile in Egypt. Next is minerals. People like to live where there's more minerals, such as South Africa. There are many diamonds and golds in Africa. Next is social, cultural, and economic factors. These factors, social factors refers to the housing facilities of a place. And next is cultural. Cultural refers to beliefs, which is example is Varanasi, Jerusalem, etc. And next is economic. People like to live where this technology is modified, etc. Example is Mumbai, Japan, etc.